പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് സംരംഭകയും മോഡലുമായ ഗായത്രി അജിത്. സ്റ്റുഡിയോയിൽ ഒപ്പം മനീഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് കാര്യങ്ങൾ വളരെ സക്സസ്ഫുള്ളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് സംരംഭകയാണ്, മോഡലാണ്, ആർക്കിടെക്റ്റാണ് ഒക്കെ ആയിട്ടുള്ള ഗായത്രി അജിത്താണ് ഇന്ന് നമ്മുടെ അതിഥി. നമുക്ക് ഗായത്രിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം ഗായത്രി. താങ്ക് യു. ഞാനിത് എവിടെ നിന്ന് തുടങ്ങണം? ആർക്കിടെക്റ്റിൽ നിന്ന് തുടങ്ങണോ, സംരംഭകയിൽ നിന്ന് തുടങ്ങണോ, മോഡലിംഗിൽ നിന്ന് തുടങ്ങണോ? നമുക്ക് തൽക്കാലം പർപ്പിൾ യാലിയിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ ആർക്കിടെക്റ്റ് ആയിരിക്കുന്നു. ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടു, അമ്മയുടെ വർക്ക്ഷോപ്പിൽ നിന്നാണ് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്. അതൊന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാല്ലേ? അമ്മ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം പണ്ട് ഞാൻ അമ്മയുടെ ഓഫീസിലൊക്കെ പോകുമായിരുന്നു. ആ സമയത്ത് അവിടുത്തെ ആർട്ടിസാൻസിന്റെ കൂടെ ആയിരിക്കും മിക്ക ടൈമിൽ. അപ്പം അവരൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന കാണാറുണ്ട്. ഈ മരത്തിൽ സ്കൾപ്ചറിങ് ആണ് മിക്കതും ചെയ്യുക. മിക്കവാറും ദാരുശില്പങ്ങൾ, ഈ ദൈവത്തിന്റെ വിഗ്രഹങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളും ഇതൊക്കെ കൊത്തിയെടുക്കുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പണ്ട് മുതലേ ഞാൻ പെയിന്റിങ്സ്, ആർട്സ് ആ ഒരു കാറ്റഗറിയിൽ അതിലേക്കായിരുന്നു എനിക്ക് കുറച്ചും കൂടെ ഇൻക്ലിനേഷൻ. സോ കൂടുതൽ ഞാൻ അങ്ങനത്തെ വർക്ക്സ് ആയിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെയാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിയത്. പിന്നെ ഓൾസോ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ കാര്യങ്ങൾ അറിയാലോ. അപ്പം നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. പക്ഷേ ഇപ്പം അടുത്ത ജനറേഷൻ ഇനി ചെയ്യുന്നില്ല. ഇത് ഓൾമോസ്റ്റ് വംശനാശം സംഭവിച്ചെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് ഇപ്പം. അതുപോലെ തന്നെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു വേതനമോ ഇങ്ങനെ ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഈ ഒരു മേഖലയിൽ വന്നിട്ടുള്ള പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം പഴയ ഒരു ട്രഡീഷണൽ നല്ലതാണ്, പക്ഷെ ഒരേ രീതിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ആൾക്കാർക്ക് മടുക്കാൻ തുടങ്ങും. ഒരു പോയിന്റ് കഴിയുമ്പം നല്ലതാണ്, അടിപൊളി വർക്കാണ്, പക്ഷെ നമ്മൾ അതെ അതിൽ ഹാൻഡ് മെയ്ഡ് ആണ്, അപ്പൊ അത്രയും സ്കിൽഡ് വർക്കാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ പുതിയൊരു എലമെന്റ്സും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവും. പിന്നെ ആർക്കിടെക്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മെറ്റീരിയൽസിൽ പ്ലേ ചെയ്യുന്ന എനിക്കിഷ്ടം. അപ്പോൾ ബ്രാസ്, പല മെറ്റീരിയൽസ് വുഡിലൊക്കെ ചേർത്ത് ചെയ്യുന്ന വർക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. സോ പിന്നെ അതുപോലെ തന്നെ ഞാൻ കോളേജ് ആർക്കിടെക്ചർ ആണ് ചെയ്തത്. അതിൽ നിന്ന് തന്നെ എനിക്ക് ആർക്കിടെക്ട് എന്നുള്ള ഇതിനെക്കാട്ടും ഞാൻ കുറച്ചും കൂടെ പ്രോഡക്റ്റ് ഡിസൈനർ എന്നുള്ള രീതിയിലാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു ഹാപ്പിനെസ് കിട്ടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, പർപ്പിൾ യാലിയിൽ ഇങ്ങനത്തെ ഒരു വർക്ക് തന്നെ ചെയ്യാം എന്നുള്ള ഇതിൽ പാരൻസ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പർപ്പിൾ യാലി, ആ പേര് തന്നെ ഉറപ്പായിട്ടും അങ്ങനെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേര് വേണം, ആർട്ടിനെ സൂചിപ്പിക്കുന്ന ഒരു പേര് വേണം. എങ്ങനെയാണ് പർപ്പിൾ യാലിയിൽ എത്തുന്നത്, ആ പേരിൽ എത്തുന്നത്? ആക്ച്വലി യാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആർക്കിടെക്ചറിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെയിമാണ്. ഈ നമ്മൾ വ്യാളി എന്ന് പറയത്തില്ലേ, അതായത് അമ്പലം അല്ലെങ്കിൽ രാജകൊട്ടാരം ഇങ്ങനത്തെ ഫ്രണ്ടിൽ നിൽക്കുന്ന പ്രൊട്ടക്ടർ എന്നുള്ളൊരു ഇതിലാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ബേസിക്കലി ഇത് പല ആനിമൽസിന്റെ മിക്സ് ആണ്. ഇപ്പം സിംഹത്തിന്റെയും അതുപോലെ തന്നെ ആന, ഇങ്ങനെ പല തരം ആനിമൽസ് മിക്സ് ആയിട്ട് വരുന്നതാണ് യാലി എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു മെയിൻ ആർട്ട് എന്നുള്ള ഒരു രീതിയിൽ വരുന്നതാണ്. അപ്പോൾ ബേസിക്കലി ഇങ്ങനത്തെ ഒരു ഹാൻഡിക്രാഫ്റ്റഡ് വർക്കിന്റെ പ്രൊട്ടക്ടർ എന്നുള്ള രീതിയിലാണ് യാലി എന്നുള്ള പേരെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ പർപ്പിൾ എന്നുള്ള പേര് വന്നിരിക്കുന്നത് കുറച്ചധികം കാലം മുന്നേ നമുക്ക് കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കളേഴ്സിൽ ഒന്നായിരുന്നു പർപ്പിൾ. അത് ആക്ച്വലി ഭയങ്കര റോയൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഭയങ്കര മിസ്റ്റീരിയസ് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള കളറാണ്. അതുപോലെ തന്നെ കണ്ടംപററി ആർട്സ് അതിലും ഒരുപാട് റെലവൻസ് ഉള്ള ഒരു കളറാണ് പർപ്പിൾ. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് പർപ്പിൾ യാലി എന്നുള്ള പേര് വന്നത്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് തുടങ്ങുമ്പോൾ തന്നെ വന്ന പ്രശ്നങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഈ ആർട്ടിസാൻസ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഗായത്രി തുടങ്ങുന്നത് തന്നെ. ഈ പർപ്പിൾ യാലി എന്ന് കൺസീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അഭിമുഖീകരിച്ച ആദ്യത്തെ ഒരു പ്രശ്നം എന്തായിരുന്നു? ഒബ്വിയസ്ലി ഫസ്റ്റ് തന്നെ നമുക്കിത് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ വിൽക്കണം, പിന്നെ ഈ ആർട്ടിസാൻസിനെ കോർഡിനേറ്റ് ചെയ്യണം. ഏറ്റവും മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ഇപ്പം നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ട്രഡീഷണൽ വർക്ക് അല്ലാതെ പുതിയ വർക്ക്സുകൾ ചെയ്യുന്നുണ്ട്. അവിടെ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ടിസാൻസ് എപ്പോഴും ഒരേ ഒരു ടൈപ്പ് ഓഫ് വർക്ക് ആയിരിക്കും ചെയ്യുന്നത്. യൂഷ്വലി ഇപ്പം ആനിമൽ ചെയ്യുന്ന ഒരാള് ആനിമലിലായിരിക്കും ചെയ്ത് കഴിവ് അത് തന്നെയായിരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട്. ചില ആൾക്കാർ ഇപ്പോൾ ദൈവത്തിന്റെ വിഗ്രഹം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ ഫുള്ളായിട്ട് ചെയ്യും. പക്ഷെ ചിലർ അവർ ഫേസിലായിരിക്കും കുറച്ചും കൂടെ ഫോക്കസ്ഡ്, അവർക്ക് അതിൽ നല്ല അടിപൊളി കഴിവായിരിക്കും, അല്ലെങ്കിൽ കൈ, അങ്ങനെ പല ഭാഗങ്ങളായിരിക്കും. അപ്പം ഒരാളെ കൊണ്ട് തന്നെ ഇത് ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പുതിയൊരു വർക്ക് കൊടുക്കുമ്പോൾ അവർക്കും നമ്മളും പുതിയതായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. രണ്ടുപേരും ആദ്യം സ്റ്റുഡൻസ് ആയിട്ട് നിൽക്കുകയാണ്. അതിൽ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. നമ്മൾ ബൂട്ട് സ്ട്രാപ്പിംഗ് ആണ്, നമ്മൾ തന്നെയാണ്, ഇതുവരെ ലോൺ അങ്ങനത്തെ ഇതൊന്നും എടുത്തിട്ടില്ല. അപ്പം ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ച് അങ്ങനെ നഷ്ടങ്ങൾ, നമ്മുടെ കയ്യിൽ നിന്ന് കുറേ എക്സസ് മണി ചിലവാകും. പിന്നെ വേറെ ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന്
ഈ ആർട്ടിസാൻസിനെ മാക്സിമം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു വേതനം രീതിയിലും കൂടെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. മാർജിൻ വളരെ കുറവായതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അത് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് റെഡി ആയി വരുവാണ്. കുറച്ചു കാലമായി ഒരു MSME ആയിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് എന്ന് മാത്രമല്ല കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് വേദിയിൽ ഒക്കെ ഗായത്രിക്ക് ഒരു പ്രസൻസും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് പൊതുവെ സ്വീകരിക്കപ്പെടുന്നത് എന്നാണ് വിചാരിക്കുന്നത്? അതിന്റെ മുന്നേ വേറൊരു കാര്യം പറയാം. MSME പേർപ്പിൾ യാലിയാണ്. നമുക്ക് വേറൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, അത് പേർപ്പിൾ കാളിയാണ്. സോ ബേസിക്കലി പേർപ്പിൾ യാലിയിൽ വരുന്നത് ഹാൻഡ് ക്രാഫ്റ്റഡ് പ്രോഡക്ട്സ്, ഹാൻഡ് ക്രാഫ്റ്റില് ലൈക്ക് വുഡ്, ലൈക്ക് ബ്രാസ് സ്റ്റോൺ ഇതെല്ലാം വരുന്നുണ്ട്. അതിൽ തന്നെ ഫേർണിച്ചേഴ്സ്, ലൈക്ക് സ്കൾപ്ചേഴ്സ്, ഡെക്കോർ ആർട്ട്, ഈ ഒരു മേഖലയിലാണ് പോകുന്നത്. പേർപ്പിൾ കാളി എന്നുള്ളതിലാണെങ്കിൽ നമ്മൾ ഈ സെയിം പ്രോഡക്ട്സിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ അത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട്, ഇപ്പം ഈ ഒരു റൂമിൽ നമ്മളൊരു ചെറിയൊരു തേത്തിന്റെ സ്കൾപ്ചർ ഉണ്ടെന്ന് വെച്ചോളൂ, അതിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഇൻകോപ്പറേറ്റ് ചെയ്യും. അപ്പം ഇതിന്റെ സുഷിരങ്ങൾ കൂടുതലായതുകൊണ്ട് ഈ റൂമിലെ ഡസ്റ്റ്, അതുപോലെ ടോക്സിൻസ്, ഓർഡർ എല്ലാം വലിച്ചെടുക്കും. അപ്പം ഈ റൂമിലെ ഒരു എയർ ക്വാളിറ്റി ബെറ്റർ ആക്കും. സോ അതാണ് പേർപ്പിൾ കാളിലേക്ക് വരുമ്പോൾ. ആൻഡ് ഓൾസോ ആർക്കിടെക്ചറും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഇത് അധികം ആർക്കും അറിയില്ല, അല്ലെങ്കിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും എഫേർട്ട് എടുത്തിട്ട് യൂഷ്വൽ ഒരു ബിസിനസ് ടൈപ്പ് അല്ലല്ലോ, അപ്പം അത് എത്രത്തോളം പോകും എന്നുള്ളത് നമുക്ക് ഉൾപ്പെടെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർക്ക് കാണുന്നവർ, നമ്മുടെ എഫേർട്ടൊക്കെ കാണുന്നവർ മാക്സിമം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ സ്റ്റാർട്ടപ്പിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹഡിൽ ഗ്ലോബൽസിന് നമ്മുടെ പേർപ്പിൾ കാളിയുടെ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും കൂടുതൽ ക്യൂരിയസ് ആണ്. എന്ന് വെച്ചാൽ നമ്മളൊരു വർക്ക് കാണുമ്പോൾ അതിന്റെ പിന്നിലെ എഫേർട്സ് നമുക്കതിൽ കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഒരുപാട് നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. സോ വളരെ ആവേശവും സ്വപ്നങ്ങളും വികാരങ്ങളും എല്ലാം ചേർന്ന ഒരു പർപ്പിൾ യാലി എന്നാണ് ഇത്രയും നേരം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. അതിന് മുമ്പ് നമുക്കൊരു പാട്ട് കേട്ടാലോ? ഓ ഷുവർ. ഏത് പാട്ട് കേൾക്കും? വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്. കളിയാട്ടം എന്ന സിനിമയിലെ പാട്ടാണ്. ഇതിനകത്ത് ഓരോ പീസും ഉണ്ടാക്കുമ്പോൾ പർപ്പിൾ യാലിയുടെ ഓരോ ഐറ്റത്തിന് ഒരു യുണീക്നെസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മിക്കവാറും ഇൻസ്റ്റയിലെ പടങ്ങളൊക്കെ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ. അപ്പോൾ ആ യുണീക്നെസ് എങ്ങനെയാണ് ഒരു കൺസീവിങ് മുതൽ കാർവിങ് വരെയുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? ഡിപ്പെൻസ്. നമ്മൾ ഓരോ പ്രോഡക്റ്റ് ഓരോ ടൈപ്പ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു ഇൻസെക്ട് സീരീസ് ഉണ്ടായിരുന്നു. അത് എൻ്റെ ഒരു ആർട്ട് സീരീസ് ആയിരുന്നു, ഇൻസെക്ട് സീരീസ്. അപ്പം നമ്മൾ അതിൽ ഓരോ ഇൻസെക്ട്സിനെയും പുതിയൊരു കണ്ടംപററി വേയിൽ വുഡ് കാർവിംഗ് യൂസ് ചെയ്ത്, വുഡ് മാത്രമല്ല ബ്രാസ് ഇൻലേസ് അതിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ തുമ്പീൻ്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു ആർട്ട് സീരീസ്, അതിൽ നമ്മൾ ബ്രാസും റെസിനും യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ പുതിയതായിട്ട് വർക്ക് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിസൈൻ വൈസ് ലൈക്ക് ഇപ്പം ഓരോ പ്രോഡക്ട്സിന്റെ മൂഡ് അനുസരിച്ചിരിക്കും ബേസിക്കലി. ചില വർക്ക് ആണെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് വരുന്ന വർക്ക് നമ്മൾ യൂഷ്വൽ ട്രഡീഷണൽ വേയിൽ തന്നെ പോകും. പക്ഷെ ഇപ്പം നമുക്ക് ഭീമാദേവി എന്ന് പറഞ്ഞിട്ടൊരു വർക്ക് ഉണ്ട്. അപ്പം അത് ഈ ദേവി മഹാത്മ്യത്തിൽ ഉള്ളൊരു ശ്ലോകത്തിലുള്ളൊരു ദേവിയാണ്. അതിൻ്റെ അധികം ഫോട്ടോസ് ഒന്നും ലഭ്യമല്ലായിരുന്നു. അപ്പം നമ്മൾ എൻ്റെ ഭാവനയിൽ വരുന്ന ഒരു രൂപത്തിനെ നമ്മളത് ചിത്രത്തിലേക്ക് മാറ്റി, പിന്നെ ഇപ്പം ദൈവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ പൂജാരികളുടെ അടുത്തൊക്കെ ചോദിച്ച്, ഇതിനെക്കുറിച്ച് കറക്റ്റ് അറിവുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് കറക്റ്റ് ചെയ്ത് അതിൽ കൂടുതൽ റിഫൈൻ ചെയ്ത് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടേക്ക് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് എത്തുന്നത്. നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളും ഉണ്ട്, അല്ലാത്ത ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ടിസൻസ് നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആയിരിക്കും ഈ വർക്കിലേക്ക് എത്തുന്നത്. ഡിപ്പെൻസ്, ഏത് വർക്കാണെന്നനുസരിച്ചിരിക്കും. അതിനോട് ചേർന്ന് തന്നെയായിരുന്നു എൻ്റെ അടുത്ത ചോദ്യം. കാരണം പല വർക്കുകളും ഫോക്ലോർ ഇൻസ്പയർഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ കുറേയൊക്കെ നമ്മുടെയൊക്കെ മെമ്മറീസിനെ ഒന്ന് ഉണർത്തുന്നതോ, അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ മെമ്മറികൾ സൂക്ഷിക്കുന്ന ആളായിരിക്കണമല്ലോ അതെങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്തെടുക്കുന്നത്? ആക്ച്വലി എനിക്ക് പെയിന്റിംഗ് സീരീസ് ഉണ്ട്. അപ്പം പെയിന്റിംഗ് സീരീസിൽ ഞാൻ കൂടുതലായിട്ടും ഈ ഫോക്ലോർ ആർട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ ഞാൻ കോൺസെപ്റ്റ് എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ കളേഴ്സ് വെച്ചിട്ടാണ് എൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാറ്. പക്ഷെ അതിലൊരു കോൺസെപ്റ്റ് ആയിട്ട് വരുന്നത് ലൈക്ക് അതിലൊരു പെയിന്റിങ്ങിൽ വരുന്നത് ഭൂതം നങ്ങേലിന്റെ അടുത്ത് കുട്ടിയെ പറയുന്ന ആ ഒരു സീനില്, അതിൽ നങ്ങേലി ഭൂതത്തിന് കണ്ണ് ചുഴിന്നെടുത്ത് കൊടുക്കുന്ന ഒരു സിനാരിയോ ആണ് ഒരു പെയിന്റിംഗ് ആയിട്ട് വരച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ ഞാൻ കുറച്ച് ഫാന്റസി പ്ലസ് മെമ്മറീസ്, നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ കണ്ടിട്ടുള്ള ഫ്ലവേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങള്, പിന്നെ അതുപോലെ തന്നെ തുമ്പി, അത് ഒരു നൊസ്റ്റാൾജിയ വൈസ് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഫോക്ലോർ ബേസിൽ പല വർക്കിലും തെയ്യത്തിന്റെ വർക്ക്സ്, അത് ബേസിക്കലി കുറച്ചും കൂടി ഒരു ഫോക്ലോർ ആർട്ടായിട്ട് നമുക്ക് പറയാം. വുഡിൽ ഫോക്ലോർ തെയ്യങ്ങളുടെ സ്കൾപ്ചേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാൾ ഹാങ്ങിങ്സ് ചെയ്യുന്നുണ്ട്. കോഴിക്കോടാണ് എന്റെ സ്ഥലം. പണ്ടപ്പോൾ നമ്മളെപ്പോഴും പോയി കാണുന്നതായിരുന്നു തിര. ആദ്യം തിരയാണ് ആലോചിച്ചത്. പിന്നെ പയ്യന്നൂർ പോയി കുറെ ഇങ്ങനത്തെ വർക്ക്സ് ഒക്കെ കണ്ടു, ആർട്ടിസ്റ്റുകളുടെ അടുത്ത് സംസാരിച്ചു. എനിക്ക് കുറച്ചും കൂടെ എപ്പോഴും ഒരു കൾച്ചറലിന്റെ ബേസായി റൂട്ടിൽ നിന്ന് പുതിയ വർക്ക്സിലേക്ക് ചെയ്യുന്നതാണ് ഇൻട്രസ്റ്റ്. സോ
അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നു. എപ്പോഴും ഈ ഒരു മേഖലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ തവണയും കാണുന്ന ആൾക്ക് അല്ലെങ്കിൽ വാങ്ങാൻ വരുന്ന ആൾക്ക് ഒരു കൗതുകം ജനിപ്പിക്കുക എന്ന് പറയുന്ന ഓരോ വർക്കിലും വേണ്ടതുണ്ട്. റെപ്ലിക്കയേക്കാളും കൂടുതൽ ആൾക്കാർ അതിൻ്റെ ഒരു പുതുമയായിരിക്കും എടുക്കുക എന്ന് പറയുന്നത്. ഓരോ തവണ ഈ ഒരു പുതുമയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു എനർജി എവിടെ നിന്നാണ് കിട്ടുക? ഞാൻ ആക്ച്വലി ചില വർക്കൊക്കെ ചിലപ്പം 5-6 വർഷം മുന്നേ തോട്ടിട്ട് വെച്ചതായിരിക്കും, തോട്ട് ചെയ്ത് ചിലപ്പം ചെറിയ സ്കെച്ചസ് ആയിട്ട് വെച്ചതായിരിക്കും. പിന്നെ ചിലപ്പോൾ അത് മറന്നു എന്ന് വരാം. പിന്നെ കുറെ കഴിഞ്ഞ് എന്തെങ്കിലും ആരെങ്കിലൊക്കെ ഡിസ്കഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ സ്ട്രൈക്ക് ആകുമ്പോഴായിരിക്കും ഓക്കെ നമുക്ക് ആ ഒരു തോട്ട് പ്രോസസ്സ് നമുക്ക് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതിലിരുന്ന് വർക്ക്ഔട്ട് ചെയ്ത് മിക്ക ടൈമും ഞാൻ ഒറ്റയടിക്കിരുന്ന് വർക്ക് ചെയ്യുന്ന ആളല്ല. ഞാൻ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇതിനിടയിൽ ബാക്കി വർക്കുകളും ചെയ്യും. ടൈം ഗ്യാപ്പ് ഉണ്ടാവും. പിന്നെ നമുക്കൊരു തോട്ട് അല്ലെങ്കിൽ ആ ഇരിക്കാൻ പറ്റുന്ന മൂഡ് അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് കുറെ കസ്റ്റമൈസ്ഡ് വർക്ക്, ക്യൂറേറ്റഡ് വർക്ക് ഒക്കെ വരുന്ന സമയത്ത് അത് നമ്മൾ പ്രോപ്പറായി ഇരുന്ന് റിസർച്ച് ചെയ്ത് എന്താണ് റിക്വയർമെന്റ് അതിനനുസരിച്ച് ഇരുന്നാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇടയ്ക്ക് ഗെറ്റിംഗ് എ ജോബ് യു ലവ് ഈസ് ദ കീ ടു സക്സസ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഫെയിലിയർ ഷുഡ് നോട്ട് ബി ഫിയർഡ്. ഈ രണ്ട് ഫിലോസഫിയും ഗായത്രിയുള്ള ഓണ്ടർപ്രണറിനെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മോൾഡ് ചെയ്തിരിക്കുന്നത്? എനിക്ക് ആക്ച്വലി ആർട്ട് എന്നുള്ള മേഖലയായിരുന്നു ഇൻട്രസ്റ്റ് പണ്ട് തൊട്ടേ. പക്ഷേ ഇപ്പം പാരന്റ്സിനാണെങ്കിലും പ്രത്യേകിച്ച് അച്ഛൻ അത്ര യൂഷ്വലി നമ്മുടെ ഇവിടുത്തെ ഒരു സിനാരിയോ അനുസരിച്ചിട്ട് ഒരു സ്റ്റേബിൾ ഇൻകം എന്നുള്ളൊരു ഇതല്ല. എന്റെ പാരന്റ്സ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരുന്നു. അതെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പം അവർക്ക് ആ ഒരു രീതിയിൽ പോകുന്നില്ല. അമ്മയ്ക്ക് ആർട്ടിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം അമ്മ ആ ഒരു ഫുൾ ആർട്ടിസാൻസിനെ. പക്ഷെ അച്ഛന് കുറച്ചും കൂടെ ഒരു ഫൈൻ ആർട്സ് ലെവൽ അധികം താല്പര്യമില്ലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ ആർക്കിടെക്ചറിലേക്ക് തിരിയുന്നത്. പക്ഷെ ബാക്കി എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ആർക്കിടെക്ചറിലേക്ക് തിരിഞ്ഞിട്ടും പിന്നെയും എനിക്ക് ആർട്ട് എന്നുള്ളതിലേക്കാണ് കൂടുതൽ ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നത്. കാരണം ഹാപ്പിനെസ് എന്നുള്ള ഒരു രീതി ആവുന്നുള്ളൂ. അതുപോലെ തന്നെ ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. സോ മോഡലിംഗ് എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു ഫീൽഡായിരുന്നു. ഈ രണ്ട് ഫീൽഡും ബിസിനസ്സും മോഡലിംഗും ഫാമിലിയിലോ ഒരു രീതിയിലോ ഒട്ടും പരിചയമില്ലാത്തൊരു സിനാരിയോ ആയിരുന്നു. പക്ഷേ ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയ ശേഷം നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഇല്ലേ, വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഡിസൈൻ ചെയ്യോ അല്ലെങ്കിൽ ഈവൻ ഷൂട്ട്സിന് പോസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ പേർപ്പിളാലി എന്നെ നമ്മൾ ഒരു പ്രാവശ്യം നിർത്തി വെച്ചിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തതാണ്. ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ട് നമുക്കത് നിർത്തി വെക്കേണ്ടി വന്നു. അപ്പം ഞാനിങ്ങനെ ഒരു 6 മാസം ഒരു വർക്കും ചെയ്തിട്ടില്ലായിരുന്നു. ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തു വെച്ച വർക്കും അധികാരം കണ്ടിട്ടുമില്ലായിരുന്നു. നമ്മളുടെ വർക്ക് കണ്ടാൽ ആണല്ലോ ഓക്കെ അതെങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് നമുക്ക് പറഞ്ഞു തരാനും. പിന്നെ ഒബ്വിയസ്ലി സെയിൽസ് ബേസിക്കലി ഇൻ ദി എൻഡ് നമുക്ക് എല്ലാവർക്കും വേതനം കിട്ടണം. അപ്പം IFFK എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പം നമ്മൾ അതിലൊരു സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ആ സമയത്താണ് നമുക്ക് ഒരുപാട് പേര് നമ്മുടെ വർക്ക് കണ്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതും അങ്ങനെയാണ് നമുക്ക് എൻക്വയറീസ് കിട്ടുന്നതും. ഞാൻ ആ ഒരു ടൈമിൽ നിർത്തിയിരുന്നെങ്കിൽ ഞാൻ ഇത് ജസ്റ്റ് അവസാനമായിട്ടൊന്ന് നോക്കി ട്രൈ ചെയ്ത് നോക്കാം, ലൈക്ക് അതില്ലെങ്കിൽ നമുക്ക് അങ്ങ് വിടാം എന്നുള്ളൊരു സീനിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്തോ ദൈവഭാഗ്യം കൊണ്ട് കിട്ടിയത്. അത് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് എക്സിബിഷൻസിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റി. അതുപോലെ ഹഡിൽ ഗ്ലോബൽസ് അതിൽ പങ്കെടുക്കാൻ പറ്റി. ഒരുപാട് പേരപ്പോൾ കണക്ട് ആയി. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ആ സമയത്ത് നമ്മളൊരു ഡൗൺ ആയിരുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ മെന്റലി അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ആ ഒരു അവസാന സമയത്തിലേക്ക് എല്ലാം പോയിന്ന് തോന്നിയ സമയത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളത് നിർത്തി വേറെ പരിപാടിക്ക് പോയത്. ബേസിക്കലി ഇത് നമ്മുടെ ഒരു ഡ്രീമാണ്. സോ അതങ്ങ് നിർത്തേണ്ടി വന്നേനെ. ഒരു പാട്ട് കേൾക്കാം. ബാദൽ എന്നുള്ള സോങ് ആണ് സഞ്ജിത്ത് ഹെഡ്ജിന്റെ. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം. നമ്മൾ ഈ പാട്ടിന് മുന്നേ പർപ്പിളിയാലിയുടെ ഇടയ്ക്ക് ഒരു പോസിനെ കുറിച്ച് പറയുണ്ടായി. പിന്നെ സംഭവിച്ചത് IFFK ഒരു വേദി വരുന്നു. പിന്നെ ബാക്കി തുടർച്ചയായിട്ട് എക്സിബിഷനുകൾ സംഭവിക്കുന്നു പർപ്പിളിയാലി. അതെ, പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡിയോ തുടങ്ങി. മുന്നേ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അത് ഡ്രോപ്പ് ചെയ്ത ശേഷം പിന്നെ കറികുളം മുല്ലശ്ശേരി പുതിയൊരു സ്റ്റുഡിയോ സ്പേസ് തുടങ്ങി. അവിടെ ഫോട്ടോ ഷൂട്ട്സ് അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്ട്സ് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സോ ഇതൊക്കെ കൂടെ ആയപ്പോഴേക്കും ആൾക്കാർക്ക് വന്ന് കണ്ട ഒരു പ്ലേസ്മെന്റ്, ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും അതിന്റെ വാല്യൂ. സോ അതൊക്കെ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാൻ പറ്റി. സോ ഇതിലെല്ലാം വളരെ ആക്റ്റീവ് ആയിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പക്ഷേ പർപ്പിളിയാലിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു നാട്ടുകാരിലേക്ക് എത്തുന്ന ഒരു പ്രധാന ഒരു വാതിൽ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. എങ്ങനെയാണ് അതിന്റെ ഒരു ഡിസൈൻസ്, അതിന്റെ ഒരു പോസ്റ്റിംഗ് കാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കുന്നത്? മെയിനായിട്ട് നമുക്ക് അഞ്ജലി ഗോപൻ, നന്ദ ഗോപൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് ഇൻ ഹൗസ് ആയിട്ട് ഉണ്ട്. സോ ഫ്രണ്ട്സും ആണ്. സോ നമ്മൾ പ്രോപ്പർ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലല്ലാതെ കുറച്ചും കൂടെ ആർട്സി ആയിട്ടുള്ള ഷൂട്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. പ്ലസ് ഇപ്പം എൻക്വയറിക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ പ്രോഡക്ട്സ് വരുന്നത്. പിന്നെ ഞാൻ ഡെഫിനറ്റ്ലി മോഡലിംഗ് ചെയ്യുന്നതുകൊണ്ട് അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി എനിക്ക് പർപ്പിളിയാലിയിൽ നിന്നുള്ള കണക്ഷൻസ് മോഡലിംഗിലേക്കും തിരിച്ചും ഹെൽപ്ഫുൾ ആവാറുണ്ട്.
സോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടെ നമ്മൾ തന്നെ ഓൺ വോയിസ് ഇട്ട് കൂടുതൽ അതിനെക്കുറിച്ച് സ്റ്റോറീസ് പറയുമ്പോഴാണ് ആൾക്കാർ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയി ഓക്കെ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിൽ നോക്കുന്നതും. സോ അതുപോലെ തന്നെ നമ്മുടെ സെയിൽസും ഇൻസ്റ്റാ ത്രൂ ആണ്, നമുക്ക് വെബ്സൈറ്റ് ആകുന്നതേ ഉള്ളൂ. തുടക്കം മുതലേ ഞാൻ മോഡലിംഗിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല എന്ന് ശ്രോതാക്കൾ വിചാരിക്കുന്നുണ്ടാവും. ഗായത്രിയുടെ പടങ്ങൾ കാണുമ്പോൾ, മോഡലിംഗിലുള്ള പടങ്ങൾ കാണുമ്പോൾ മിക്കവാറും എല്ലാം ഒരു എലിഗൻറ്റ് അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് നോട്ടഡ് ആയിട്ടുള്ള പടങ്ങളാണ് വരുന്ന മോഡലിംഗിൽ മിക്കവാറും കണ്ടിട്ടുള്ളത്. ഈ മോഡലിംഗിന്റെ സമയത്ത് കൺസെപ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പം ബ്രാൻഡഡ് വർക്ക്സ് ആണെങ്കിൽ, അതായത് ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത് ജ്വല്ലറി, ക്ലോത്തിങ്, ആക്സസറീസ്, പിന്നെ ഹോസ്പിറ്റാലിറ്റി, ഈ റിലേറ്റഡ് വർക്ക്സ് ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പോൾ അത് പ്രോപ്പർ നല്ല വർക്കാണ്. നല്ല വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആർട്ട് ബേസ്ഡ് ആയിട്ട് എനിക്ക് അലൈൻ ചെയ്യാൻ പറ്റുന്ന വർക്ക് ആണെങ്കിൽ മാത്രമേ ഞാൻ ഇത് എടുക്കാറുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സ്വന്തമായി ചെയ്യുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ ആണെങ്കിലും ഞാൻ സെൽഫ് പോർട്രേറ്റ്സ് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയാണ്. സോ ബേസിക്കലി നമ്മളിപ്പോഴും പറയും നമുക്ക് കാണാൻ പറ്റുന്നിടത്തോളം ബ്യൂട്ടിയിൽ വേറൊരാൾക്ക് കാണാൻ കഴിയില്ല. സോ സെൽഫ് പോർട്രേറ്റ്സ് എനിക്കൊരു പെയിന്റിങ് ചെയ്യുന്ന പോലാണ് വർക്കൗട്ട് ആവുന്നത്. അതുപോലെ തന്നെ TVCs, ജയ്പൂരിലൊരു ഹോട്ടലിന് വേണ്ടിയിട്ട് TVC ചെയ്തിട്ടുണ്ട്. ഒന്ന് ബ്രാൻഡും അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ്. ഇപ്പം എനിക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത വർക്ക്സ് ഞാൻ അതിൽ എടുക്കാറില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ എത്തിക്സുമായിട്ട് യോജിക്കാത്ത വർക്ക്സ് ഞാൻ എടുക്കാറില്ല. അങ്ങനെ നോക്കിയിട്ടാണ് ബ്രാൻഡ്സും കാര്യങ്ങളും വർക്കെല്ലാം സെലക്ട് ചെയ്യാറ്. ഓക്കെ, ഒരു സൈഡിൽ മോഡൽ, മറ്റൊരു സൈഡിൽ ഓണ്ടർപ്രണർ. ഈ ഒരു ബാലൻസ് എങ്ങനെയാണ്? രണ്ടും സാധാരണ ഒരു മേഖലയിൽ തന്നെ ആൾക്കാർക്ക് സമയം തികയാറില്ല. അപ്പോൾ ഈ രണ്ടിലും എങ്ങനെയാണ് ഈ ഒരു ടൈം ടേബിൾ? ഞാൻ അതിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ടൈമിങ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ബേസിക്കലി ഇപ്പം നമുക്ക് ടീം സെറ്റായി വരുന്നുണ്ട് പർപ്പിളിയാലിക്കാണെങ്കിലും. അപ്പം ഷൂട്ടുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ സ്റ്റുഡിയോയിലാണെങ്കിലും വേറെ ടീമുണ്ട് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. സോ എന്നാലും നമ്മളിതിൽ ഇരിക്കണം, അതിൻ്റെ ബുദ്ധിമുട്ട് വേറെയാണ്. ചിലപ്പോൾ അതുകൊണ്ട് ചില വർക്ക്സ് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വരാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന് അനുബന്ധമായി ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യം, ഒരു പെയിന്റിംഗ് പോലെയാണ് എല്ലാ പടങ്ങളും ഗായത്രി തന്നെ കൺസീവ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അത് ഒരു ഫോട്ടോഗ്രാഫറിന്റെ സപ്പോർട്ടുണ്ട്, ഒരു ടീം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടീമുമായിട്ടുള്ളൊരു അതെങ്ങനെയാണ് ആ ഒരു കോൺവെർസേഷൻ നടക്കുക? അല്ലെങ്കിൽ നിങ്ങളൊരു ക്രിയേറ്റീവ് ബ്രെയിൻ സ്റ്റോമിങ് എങ്ങനെയായിരിക്കും അത്? സോ ബേസിക്കലി ബ്രാൻഡ് വർക്ക് ആണെങ്കിൽ അത് വേറെ ആയിരിക്കും, അതിന്റെ കോൺസെപ്റ്റ്സ് കാര്യങ്ങളൊക്കെ അവരായിരിക്കും, അല്ല ഏജൻസി ആയിരിക്കും, അങ്ങനെ ആയിരിക്കും ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഈവൻ ഞാൻ പൊതുവെ ഫോട്ടോഗ്രാഫേഴ്സിനോടായിരിക്കും കോൺസെപ്റ്റ്സ്, ഇങ്ങനെ ഒരു മൂഡുള്ള കാര്യം നമുക്ക് ചെയ്താലോ, അവരുടെ റെഫറൻസ് ആയിരിക്കും, നമ്മളായിരിക്കും മൂഡ് ബോർഡ്സ് ഉണ്ടാക്കും. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഈവൻ സ്റ്റൈലിസ്റ്റ് ഔട്ട്ഫിറ്റ്സ് തിരഞ്ഞെടുക്കുന്ന ഏത് കാര്യം, മേക്കപ്പ് ആണെങ്കിലും അതിലെ ചെറിയ കാര്യത്തിന് ഉൾപ്പെടെ അതിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഒരു ഫോട്ടോ മൊത്തമായിട്ട്, ലൊക്കേഷൻ. അപ്പം ഇതെല്ലായിരുന്നു സംസാരിച്ച് ചിലപ്പം ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില വർക്ക് നമ്മൾ ഒരു വർഷം കൊണ്ട് അത്രയും ചെയ്തെടുത്ത വർക്ക്സ് ഉണ്ട്. ചിലത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ചിലത് ഇൻസ്റ്റന്റ്ലി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്ക്സ് ഉണ്ടാവും. നമ്മൾ പലപ്പോഴും ഒന്ന് മറച്ചു പോകുന്ന, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് മറച്ചു പോകുന്ന, ഒരു സെക്കൻഡ് നേരത്തേക്ക് കണ്ടുപോകുന്ന ആ സംഭവങ്ങളെല്ലാം ഒരു വർഷത്തോളം ഡിസ്കസ് ചെയ്തിട്ടാണ് സംഭവിക്കുന്നത്. അതെ, പല വർക്ക്സും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ബേസിക് ലുക്കിൽ കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ഫ്യൂഷൻ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അത് മനഃപൂർവ്വമാണോ? എനിക്ക് ബേസിക്കലി എൻ്റെ ഒരു ഈസ്തെറ്റിക്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാഷൻ, അതിൽ എനിക്ക് കുറച്ചും കൂടെ ഫെമിനിൻ ആയിട്ടുള്ള ഡ്രസ്സിംഗ് ആണ് കൂടുതൽ എനിക്ക് സ്വന്തമായിട്ട് സ്യൂട്ട് ചെയ്യാറെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇന്ത്യൻ സാരീസ് ആകാം അല്ലെങ്കിൽ ഇന്ത്യൻ ലെഹങ്കാസ് ആകും, അതിൽ പക്ഷെ കുറച്ചും കൂടെ മോഡേണൈസ്ഡ് വേർഷൻ എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി അങ്ങനെയായിട്ട് തോന്നാറുണ്ട്. ഞാൻ ഡ്രസ്സപ്പ് ചെയ്യാൻ അതുപോലെ തന്നെ ഫാഷൻ ഈ രീതിയിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളായതുകൊണ്ടായിരിക്കും. ഈവൻ എൻ്റെ പെയിന്റിങ്സ് ആണെങ്കിലും എൻ്റെ ചില വർക്ക്സ് ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് ഫെമിനിറ്റി ആയിരിക്കും. അത് കുറച്ചൊക്കെ സെൽഫ് പോർട്രേറ്റ് ഞാനായിട്ടായിരിക്കും ഞാനത് കാണുന്നത്. ഇപ്പം മിക്ക വർക്ക്സിലും ജ്വല്ലറീസ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതും ആ ഒരു രീതി തന്നെ ആയിരിക്കും. സോ പൊതുവേ ഈ മിനിമൽ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണല്ലോ. എന്ന് മാത്രമല്ല അത് വളരെ നാച്ചുറൽ ആയിട്ട് തോന്നിക്കുകയും എന്നാൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയി തോന്നുകയും ചെയ്യുന്ന ഒരു ഇതുണ്ട്. പല ഫോട്ടോഗ്രാഫേഴ്സിന്റെ അടുത്തും അത്യാവശ്യം ഐഡിയാസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ളപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇടുന്നതിലല്ല, മാക്സിമം മിനിമൽ ആയിട്ട് ചെയ്തിട്ട് അത് എത്രത്തോളം ബ്യൂട്ടിഫൈ ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പം ഒരു ഫോട്ടോഗ്രാഫിക്ക് പ്രോപ്പർ മേക്കപ്പ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, ബട്ട് സ്റ്റിൽ ഫാഷനിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും നമ്മൾ കൂടുതലായിട്ടും എൻഹാൻസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ലിപ്സ്, നമ്മൾ ബോൾഡ് റെഡ് ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിൽ ഐസ് സട്ടിൽ ചെയ്ത് വെക്കും, ബിക്കോസ് ആ ഒരു കാര്യത്തിലേക്കായിരിക്കും നമുക്ക് ഫോക്കസ് പോകേണ്ടത്. ഇപ്പം ഐസ് ആണെങ്കിൽ ലിപ്സ് സട്ടിൽ ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഡ്രസ്സിങ് ആണെങ്കിലും നമ്മൾ ഏതെങ്കിലും നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യമായിരിക്കും നമ്മളത് കൂടുതലായിട്ട് വെക്കും.
വെക്കുന്നത്. അതുപോലെ തന്നെ മോഡലിംഗിലാണെങ്കിലും ചില സമയത്ത് നമ്മളത് പ്രോപ്പർട്ടി ആയിട്ടാണ് ബേസിക്കലി അല്ലേ, മോഡൽസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റിലേക്കായിരിക്കും കണ്ണെത്തേണ്ടത്. സോ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. അതുപോലെ തന്നെ ഇപ്പം ഓരോ ഫേസിനും ഇണങ്ങുന്ന രീതിയിലായിരിക്കും മേക്കപ്പ്. അപ്പം എന്റെ ഫേസിന് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ളത് കുറച്ച് മിനിമലായിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട്. നമുക്കൊരു പാട്ട് കേട്ടിട്ട് തുടർന്ന് സംസാരിച്ചാലോ? ഓക്കെ, ബാത്തുമേൻ. അപ്പൊ ഈ കാര്യങ്ങൾക്കിടയിൽ ബാത്തുമേൻ കേട്ടിട്ട് വരാം. നമ്മൾ ഇടയ്ക്ക് ഒന്ന് സൂചിപ്പിച്ചു പോയി, MSME ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പർപ്പിൾ കാളിയാണ്, പർപ്പിൾ യാളിയാണ്. ഒരു പർപ്പിൾ കാളി എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എന്താണ് പ്രത്യക്ഷമായിട്ടുള്ള വ്യത്യാസം? MSME പ്രൊപ്പറേറ്റർഷിപ്പിലാണ് നിൽക്കുന്നത്. അത് എൻ്റെ പേരിലാണ്, പർപ്പിൾ യാലി. പർപ്പിൾ കാളി ആണെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പാണ്. അതിൽ എൻ്റെ ഫാദർ അജിത് കുമാർ, അദ്ദേഹത്തിന് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. പ്ലസ് പർപ്പിൾ കാളി ഈസ് ബേസിക്കലി ആർട്ട് പ്ലസ് സയൻസ് എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ആക്ടിവിറ്റി ചാർക്കോളിൻ്റെ ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇടയ്ക്ക് ഞങ്ങളൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൊമസ്റ്റിക് എയർപോർട്ട് ട്രിവാൻഡ്രത്ത്. CSIR ഇല്ലേ, നമ്മുടെ സയൻറ്റിസ്റ്റ് ഗ്രൂപ്പാണ്. അപ്പം അവർ ഈ ഇടയ്ക്കൊരു ഇൻവെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി ലോകത്തിലെ ഏറ്റവും എനർജി എഫിഷ്യൻ്റ് ആയിട്ട് ഇൻഡോർ ലൈറ്റിൽ വർക്ക് ചെയ്യുന്ന സോളാർ സെല്ല്, ഇൻഡോർ ലൈറ്റ്സ് യൂസ് ചെയ്തിട്ട്. അപ്പം അതിനെ അവർക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു മീഡിയമാണ് ആർട്ട്. അപ്പം അതിൽ നമ്മളുടെ ഒരു തെയ്യത്തിൻ്റെ വുഡിൻ്റെ ഒരു ആർട്ട് ഫോമിൽ ഈ ഒരു സോളാർ സെൽസ് നമ്മൾ അതിൽ പ്ലേസ് ചെയ്തിട്ട് ഒരു എയർ ക്വാളിറ്റി മോണിറ്ററായിട്ട് അവർക്കൊരു വർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ലൈക്ക് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഈ പേപ്പർ ഡിസ്പ്ലേയും അതിലായിരുന്നു. എംബഡൈറ്റ് എന്നുള്ളൊരു കമ്പനിയും കൂടെ, ഈ പർപ്പിൾ യാലി, എംബഡൈറ്റ്, CSIR, ഇവരുടെ 3 പേരുടെ ആയിട്ടാണ് ഈ വർക്ക് വരുന്നത്. സോ അത് എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് ആണ്. അപ്പം പർപ്പിൾ കാളിയിൽ വരുന്ന അതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ്. ഈ എയർ ക്വാളിറ്റി മോണിറ്ററിങ്ങിന് എയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു വർക്ക് ചെയ്യുന്നത്. അത് പക്ഷേ ഇനിയും റിസർച്ച് നടക്കുന്നേ ഉള്ളൂ. നമ്മൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു സൈഡിൽ ട്രഡീഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നു, മോഡേൺ ഡിസൈൻസിന്റെ ഒപ്പം. ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ഫ്യൂച്ചറിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി അങ്ങോട്ട് കൂടുതൽ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പൊല്യൂഷൻസ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഈവൻ AC റൂംസിലാണെങ്കിലും കാർബൺ മോണോക്സൈഡ് ഒരുപാട് ഡെത്ത്സ് നടക്കുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരുപാട് ഡിസൈൻസ്, ഇപ്പോൾ ഒരുപാട് സമയം വർക്ക് ചെയ്തിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ഓർത്ത് പറയാൻ പറ്റിയ 1-2 സംസാരിക്കാമോ? അതിൽ ഫാഷൻ സീരീസ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് 3 ഡിസൈൻസ് ആണ് വരുന്നത്. 32, 28, 32 എന്നുള്ള ഒരു ബോഡി ഫോമാണ്. ബേസിക്കലി ഒരു പെണ്ണിൻ്റെ ബോഡി ഫോമാണ്. അത് നമ്മൾ സർക്കാസ്റ്റിക്കലി ഇട്ടൊരു പേരാണ്. യൂഷ്വലി ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ബോഡി ഓരോന്ന് ഇത്ര ആയിരിക്കണം അളവുകളുണ്ടല്ലോ, അളവുകൾ. അതെ, അതിനെ നമ്മൾ സർക്കാസ്റ്റിക്കലി വെച്ചിരിക്കും. പക്ഷെ അതിൽ തന്നെ കോർസെറ്റ്, ഫാഷൻ സീരീസ് ആയിട്ട് കോർസെറ്റ് എന്നുള്ള പണ്ടത്തെ യൂറോപ്പ് ആ കൺട്രീസിൽ ഈ കോർസെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ കാണാം, അതുപോലത്തെ ഒരു ഡിസൈൻ ഉണ്ട്. അത് ബേസിക്കലി നമ്മളുടെ വേസ്റ്റ് ചെറുതാക്കാൻ വേണ്ടിയിട്ട് വലിച്ചു കെട്ടുന്നതാണ്. അപ്പം അതിൽ നമ്മൾ ബ്രാസ് ഇൻലേവ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള അതൊരു ഫെമിനിൻ ഡിസൈനാണ്. പ്ലസ് മുക്കുത്തി എന്ന് പറഞ്ഞിട്ട് ഫുൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തിട്ട് മുക്കുത്തി ജ്വല്ലറീസ് ഇട്ടിട്ടുള്ള ഒരു പീസ് ഉണ്ട്. ഈ ഒരു വർക്കാണ് എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പം റിലേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള കമന്റ്സ് ആരെന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ? കണ്ടവരെയോ വാങ്ങിയവരോ? പർപ്പിൾ യാലിക്ക് അത്യാവശ്യം നല്ല കമന്റ്സ് ആണ് പൊതുവെ കിട്ടിയിട്ടുള്ളത്. ലൈക്ക് വർക്ക് വൈസ് നല്ല കമന്റ്സ് ആണ്. പിന്നെ ചിലർ ഇങ്ങനെ വെറീഡ് ആയിട്ട് സംസാരിക്കാറുണ്ട്, ലൈക്ക് ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ള രീതിയിൽ. ഇതുവരെ നമുക്ക് കിട്ടിയ റെസ്പോൺസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് നമ്മളൊരു കാര്യത്തിൽ എന്തെങ്കിലും ഇൻകോപ്പറേറ്റ് ചെയ്യണം. നമ്മളെപ്പോഴും പഴയ ഒരു രീതിയിൽ തന്നെ പൊക്കൊണ്ടിരുന്ന അടുത്ത കാലത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയില്ല. സോ പഴയ കാര്യത്തിൽ നമ്മളുടെ ട്രഡീഷൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ അതിലേക്ക് കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് പ്രോപ്പറായിട്ട് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും, കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കും. പർപ്പിൾ യാലിയുടെ പ്രോഡക്ട്സ് എല്ലാം മിക്കവാറും തന്നെ ഒരു ഇമോഷനും കൂടി ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ അതിനകത്ത് വർക്ക് ചെയ്യുമെന്നാണ്, അത് ഡിസൈനിൽ ആലോചിക്കാറുണ്ടോ അല്ലെങ്കിൽ അത് ഡിസ്പ്ലേയിലോ എപ്പോഴെങ്കിലും? ഡിസൈനിൽ ആലോചിച്ച് തുടങ്ങുന്നതാണ്. നമുക്ക് കൂടുതലും ഒരു നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കാറ്. ഇപ്പം നേരത്തെ പറഞ്ഞൊരു തുമ്പിയുടെ ഡിസൈൻ, അപ്പോൾ ആ ഒരു ഡിസൈൻ ആണെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും ഓണത്തിനൊക്കെ കണ്ടിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ബട്ട് ആ ഒരു കാര്യത്തിന് നമ്മൾ കുറച്ചും കൂടെ ഒരു പ്രീമിയം ആയിട്ട്, കുറച്ചും കൂടെ എലിവേറ്റഡ് ആയിട്ട് നമ്മുടെ ഡെക്കോസിലും ആർട്ടിലൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ഫേർണിച്ചർ ഡിസൈൻസിലാണെങ്കിലും നമ്മുടെ സ്പെഷ്യലായിട്ട് വരുന്നൊരു വർക്കുണ്ട്.
ഇൻലേ, ബ്രാസ് ഇൻലേ. അത് ബേസിക്കലി ഏതൊരു സർഫസിലും വേറൊരു മെറ്റീരിയൽ പ്ലേസ് ചെയ്തിട്ട് ചെയ്യുന്ന വർക്കിനാണ് ബേസിക്കലി ഇൻലേ വർക്ക് എന്ന് പറയും. അപ്പം അങ്ങനത്തെ വർക്ക്സ് ഒക്കെ ആയിട്ട് ഡിസൈൻ വൈസ് നമ്മൾ ആലോചിക്കും, നമ്മൾ അതിനെ എങ്ങനെ ആ ഒരു വർക്കിൽ കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവന്ന് കോംപ്ലിമെന്ററി ആയിട്ട് നമുക്കത് ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ ഒരു സ്റ്റുഡിയോ ഉണ്ട്, ഇൻസ്റ്റ വഴി അത്യാവശ്യം ബിസിനസ് നല്ല ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഒരു ഫ്യൂച്ചർ പരിപാടികൾ, ഡിസൈൻസ് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഇപ്പം കരകുളത്തുള്ള സ്റ്റുഡിയോ അല്ലാതെ പ്രോപ്പറായി പുറത്ത് വേറെ എവിടെയെങ്കിലും കൂടെ സ്റ്റുഡിയോസ് കൂടുതൽ വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആൻഡ് ഓൾസോ കൂടുതൽ പർപ്പിൾ കാളി എന്നുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ടല്ലോ, സ്റ്റാർട്ടപ്പ് ഉണ്ട്. അതിൽ കൂടുതൽ വർക്ക്സ് ഇതുപോലെ തന്നെ മേ ബി എന്തെങ്കിലും കൊളാബറേഷൻസ് ആയിരിക്കാം. നേരത്തെ CSI ആറിൻ്റെ പറഞ്ഞ പോലെ അങ്ങനത്തെ പുതിയ പുതിയ വർക്ക്സ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. ആർക്കിടെക്ചർ ഒബ്വിയസ്ലി നമ്മൾക്കൊരു ടീമുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ ഇന്റീരിയർ ഡെക്കറേഷൻ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കുറെ കൂടെ പ്ലേ ചെയ്യാൻ പറ്റും. സോ ആ രീതിയിലും പോകണം എന്നുള്ളതാണ്. നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കാം. സോ സ്പേസ് ഗേൾ. അപ്പോൾ നമുക്ക് ആ പാട്ട് കേട്ട് വരാം. ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പേ ഈ എപ്പിസോഡ് മുതൽ നമ്മളൊരു പുതിയ സെഗ്മെന്റ് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ അതിഥിയോട് എയ്ക്ക് എന്താണ് ചോദിക്കാനുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരവാദിയായിരിക്കില്ല എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എല്ലാം. ഒരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ഓൺ വേർഡ് ദാറ്റ് ഡിഫൈൻസ് പർപ്പിൾ യാലി. പർപ്പിൾ യാലിയെ സൂചിപ്പിക്കുന്ന ഒറ്റ വാക്ക്. ആർട്ടിസാൻസ്. യുവർ ഫേവറേറ്റ് വുഡ് ടു വർക്ക് വിത്ത്. മഹാഗണി, റോസ്വുഡ്. മഹാഗണി. എ ഡിസൈൻ യു ആർ മോസ്റ്റ് പ്രൗഡ് ഓഫ്. തുമ്പി. കേട്ടുകൊണ്ടിരിക്കുന്നവർ എത്രമാത്രം മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആ തുമ്പി അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വർക്കാണ്. എൻ്റെ വിഷ്വൽ എനിക്ക് പറഞ്ഞു തരാം അറിഞ്ഞൂടെ, അതുകൊണ്ടാണ്. ഓക്കെ, ബാക്ക് ടു ക്വസ്റ്റ്യൻസ്. ദ ടഫസ്റ്റ് പാർട്ട് ഓഫ് വുഡ് കാർവിംഗ് ഓൺലൈൻ. ലൈക്ക് റഫ് വർക്ക്. ഓക്കെ, അതിനെ പരിവപ്പെടുത്തിയെടുക്കുന്ന ആദ്യമായിട്ട് അതിന്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നതാണ് ഏറ്റവും പാടുള്ള പരിപാടി. ഓക്കെ, എ ക്രാഫ്റ്റ് ടെക്നിക് യു ഡ്രീം ഓഫ് ലേണിംഗ് നെക്സ്റ്റ്. വുഡ് ബേൺ ചെയ്തിട്ടുള്ളൊരു ടെക്നിക്കാണ്. അപ്പം എനിക്കത് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിൽ ഡിസൈൻസ് വരുന്നതും ഒക്കെയാണ്. ഓക്കെ, എ പേഴ്സൺ ഹു ഇൻസ്പയർസ് യുവർ ആർട്ടിസ്റ്റിക് വിഷൻ. അമ്മ ഒഴികെ. ഫ്രിഡ കഹ്ലോ. വാട്ട് കംസ് ഫസ്റ്റ് ഫോർ യു, സ്കെച്ച്, സ്റ്റോറി ഓർ മൂഡ്? സ്റ്റോറി. ഓക്കെ, എല്ലാത്തിലും ഒരു കഥയുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആക്ച്വലി തോന്നിയിട്ടുള്ളത്. നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊരു കാര്യത്തിനും ഒരു റീസൺ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു വര വരയ്ക്കുകയാണെങ്കിലും അതിനൊരു റീസൺ ഉണ്ടായിരിക്കണം. അപ്പൊ ആ കഥയിൽ ഈ വരയുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും. യുവർ ഫേവറേറ്റ് കോർണർ ഇൻ യുവർ സ്റ്റുഡിയോ. ബാൽക്കണി. പർപ്പിൾ യാലി ഓർ പർപ്പിൾ കാളി? പർപ്പിൾ യാലി. ഫസ്റ്റ് ബേബി. One habit that keeps you creative. Messiness, I think. No, I don't know. പൊതുവെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉള്ളതാണല്ലോ. അതിനകത്തുനിന്നാണല്ലോ നമ്മളവരുടെ കേവ്സിൽ നിന്നാണല്ലോ നമ്മൾ ക്രിയേറ്റീവ് ആകുന്നതെന്ന് പറയാറുണ്ട്. വാട്ട് ഇസ് ദ ഫാസ്റ്റസ്റ്റ് യു ഹാവ് എവർ ടേൺഡ് ആൻ ഐഡിയ ഇൻ ടു എ ഫിനിഷ്ഡ് പീസ്? 20 days. ഓക്കെ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സോ ബേസിക്കലി പർപ്പിൾ കാളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത പ്രോട്ടോടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ഇനീഷ്യൽ ഐഡിയ മുതൽ പെട്ടെന്നായിരുന്നു നമ്മൾ നമ്മളിതിൽ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ വന്നത്. 10 feet by 7 feet ഒരു തുമ്പിയാണ്. അപ്പം അത്രയും ഇനോമസ് ആയിട്ടുള്ള തുമ്പിയാണ്. ആൻഡ് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന പർപ്പിൾ കാളിയിൽ ചെയ്യുന്നൊരു വർക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ആ രാവും പകലും ഒക്കെ ഇരുന്ന് ഓടി ആ ഒരു 20 daysനുള്ളിൽ നമ്മളത് തീർത്തിട്ടുള്ളത്. അതിൽ ആക്ച്വലി ആക്ടിവേറ്റഡ് ചാർക്കോൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നത് ചിലപ്പോൾ നല്ലതാണ്. അതെ, വളരെയധികം. A color you can never resist using. Fluorescent green. Okay. Like paintings. Yeah. Okay. A message you get most often from followers. Price. Price. Product price. If you could collaborate with any designer or artist in India, who would be? Manish Malhotra. നമുക്ക് നമ്മുടെ അദ്ദേഹത്തിന്റെ കൂടെ ഡിസൈൻ ചെയ്തിട്ട് നമ്മളെല്ലാം ചെയ്തോളാം. വെളിയിൽ പോയി ബോർഡിൽ തപ്പേണ്ട കാര്യമില്ല. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ ഡ്രീം പ്രോജക്ട് യു ഹോപ്പ് ടു ക്രിയേറ്റ് ഇൻ ദ നെക്സ്റ്റ് 5 years? നമ്മളുടെ തന്നെ ഫുൾ ആർട്ട് പ്രോഡക്ട്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ വർക്ക്. അതൊരു നോർമൽ വർക്ക് ആവണമെന്ന് നമുക്ക് അധികം താല്പര്യമില്ല. ഒരു പ്രോപ്പർ ക്രിയേറ്റീവ് ഒരു ആർട്ട് ഫോം ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എയുടെ ചോദ്യങ്ങളൊന്നും മോശമായിരുന്നില്ല എന്ന് വിചാരിക്കുന്നു. അല്ല. എന്തായാലും ഒരുപാട് സ്വപ്നങ്ങളുമായി തുടങ്ങിയ ഒരു യാത്ര, അതൊരു ബിസിനസ് അല്ല. അതിനപ്പുറത്ത് ക്യാരി ചെയ്യുന്ന ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. അതിന് കൂടെ ഒരുപാട് കലാകാരന്മാരും ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു കാര്യത്തിനോട് താല്പര്യമുള്ള ആൾക്കാരും ഡെഫിനറ്റ്ലി അവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ പർപ്പിൾ യാലിയും പർപ്പിൾ കാളിയും തുടർന്നുള്ള മറ്റു പരിപാടികളും പെയിന്റിങ്ങും മോഡലിങ്ങും ആർക്കിടെക്ചറും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഗംഭീര സംരംഭങ്ങളുമായി ഇനിയും സക്സസ് സ്റ്റോറീസുമായിട്ട് വീണ്ടും ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളിൽ വരാൻ പറ്റട്ടെ. ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. സംരംഭകയും മോഡലുമായ ഗായത്രി അജിത്ത് അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.